6 ദിവസം പെയ്ത തുടർച്ചയായ മഴ കാരണം മണിപ്പൂരിലെ വിശാലമായ പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സംസ്ഥാനത്താകെ 19,800-ലധികം ആളുകളെ നിലവിൽ വെള്ളപ്പൊക്കം ബാധിച്ചെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇംഫാൽ, ഇറിൽ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നദികൾ പലയിടത്തും കരകവിഞ്ഞൊഴുകുകയും ചെയ്തു. ചുറ്റുമുള്ള ജനവാസ മേഖലകളും അതുപോലെ കാർഷിക മേഖലകളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. മണിപ്പൂർ നദി മുന്നറിയിപ്പ് ലെവലിലേക്ക് അല്പം താഴ്ന്നിട്ടുണ്ട്. എങ്കിൽ പോലും പല നദികളും ഉയർന്ന വെള്ളപ്പൊക്ക നിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് അധികാരികളുടെ ആശങ്ക വളരെയധികം ഉയർത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിലവിൽ വെള്ളപ്പൊക്കം മൂലം കുറഞ്ഞത് 3,365 വീടുകൾ തകർന്നിട്ടുണ്ട്. കൂടാതെ 1,599 പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. വിവിധ ജില്ലകളിലായി 11.8 ഹെക്ടർ കൃഷിഭൂമി നശിച്ചതായിട്ടും അതുപോലെ 47 മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുമാണ് നിലനിൽക്കുന്ന വീക്ഷണം. ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ രീതിയിലാണ് കൂടുതലും നിലനിൽക്കുന്നത്.